ഖത്തറിൽ നിന്ന് രാജു പൊടിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജു, സേഫ് ആണോ? എവിടെയാണുള്ളത്? അതെ, ഞങ്ങളൊക്കെ ഇപ്പൊ വീട്ടിലാണ്. ഗവൺമെന്റ് അലർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ളത്. ഇപ്പൊ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ആളുകൾക്ക് ഭക്ഷണത്തിന്റെ ലഭ്യത ഒരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ലുലു പോലും ഉള്ള സ്ഥാപനങ്ങളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് 24 hours. ബാക്കിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. റോഡുകളൊക്കെ പൊതുവെ ആളുകളുടെ സുരക്ഷ കരുതിയിട്ട് പോലീസ് നിയന്ത്രിച്ച് ആളുകളെ ഒന്നും പുറത്തിറങ്ങാതെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ബോംബിംഗ് തുടരുന്നുണ്ട്. ഇപ്പൊ ഡ്രോണാണ് അവസാനം വന്ന് ഇത് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. കാരണം അത് റഡാർ റേഞ്ചിന് താഴെയാണ് ഇത് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് തടുക്കാൻ പറ്റുന്നില്ല, അതാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളുടെയൊക്കെ പരിസരങ്ങളിലായിട്ടൊക്കെയാണ് ഈ സ്ഫോടനങ്ങൾ. നമുക്ക് അകലെ നിന്നുള്ള പുക പൊന്തുന്നത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, വേറൊന്നും കാണാൻ പറ്റില്ല. പിന്നെ പുറത്തിറങ്ങുന്നത് സേഫ് അല്ല എന്നുള്ള നിലയ്ക്ക് ആളുകളോടൊക്കെ തന്നെ നമ്മൾ അകത്തടങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഈ സൂപ്പർ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് വലിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? കുറെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ട് അതിനൊരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും പൊതുവെ ആ ഒരു ഭയമുണ്ട്. ഇതുവരെ ഈ കേൾവി മാത്രമല്ല ഇത്തരം ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് ആളുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴിത് നേരിട്ട് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നതും ഈ ശബ്ദം, ഇതിന്റെ സ്ഫോടനത്തിന്റെ ഇതിലും ഈ നമ്മളുടെ ജനലുകളും വാതിലുകളൊക്കെ ഇടുങ്ങി വിറയ്ക്കുന്നു. അപ്പോ മൊത്തം ആളുകൾ വളരെ പാനിക് തന്നെയാണ്. അപ്പോഴും ഇതാണ് ഒരു ഇതിനെ കുറിച്ചൊന്നും ആർക്കൊന്നും പറയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്, തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രോണൊക്കെ പോകുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ഒരു തരം ശബ്ദം കേൾക്കുന്നു, അതിന് അപ്പുറം ഇത് എവിടെ വീഴുന്നൊക്കെയുള്ള വലിയ ആശങ്കയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതൊരു വല്ലാത്ത തരം ഖത്തറിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വലിയ രീതിയിൽ പുകച്ചുരുളുകൾ ഉയരുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇത് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വന്ന് വീണിട്ടുണ്ടാകുന്നതാണോ? അങ്ങനെ തീ പിടിക്കുന്നതാണോ ഇവിടെ? അല്ല, ഇപ്പൊ ഇന്ന് രാവിലെ ഉള്ള ഇതിലൊക്കെ കാണുന്നത് അതിനെ നിർവീതിയാക്കിയതല്ല, അല്ലാതെ തന്നെ പലയിടങ്ങളിലെ ബിൽഡിങ്ങുകളുടെ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ അത് പതിച്ചിട്ട് അതിൽ നിന്നുണ്ടാവുന്ന പുകപടലങ്ങളാണ്. അത് എവിടെയെന്നുള്ളതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഈ നമ്മളുടെയൊക്കെ ആളുകൾ ജോലി ചെയ്യുന്ന നമ്മുടെ ജോലിക്കാരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരുടെ റൂമുകളിൽ നിന്നൊക്കെ ഇരുന്ന് പകർത്തുന്ന ചില സംഗതികളിലാണ്. അവർക്ക് പുക മാത്രമേ കാണുന്നുള്ളൂ. ഒരുപക്ഷെ അത് അടുത്ത് തോന്നുന്നത് കുറെ അകലെയാവാം, അല്ലെങ്കിൽ അകലെ തോന്നുന്നത് അടുത്താവാം. ഒന്നും തിരിച്ചറിയാത്തൊരവസ്ഥ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ താങ്കളും പറഞ്ഞു ഈ സൂപ്പർ മാർക്കറ്റുകളുടെ കാര്യം, പുറത്തിറങ്ങാൻ കഴിയില്ല, ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു ക്ഷാമം ഉണ്ടാകും എന്നുള്ളൊരു ആശങ്ക കൂടി ഉണ്ടോ അവിടെയുള്ള ആളുകൾക്ക്? ഇല്ല, ഇതുവരെ അത്തരം ഒരു ആശങ്ക ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഒന്ന് ഈ റംസാൻ വ്രതകാലാവധി കാരണം വേണ്ടത്ര ആഹാര സാധനങ്ങളൊക്കെ ആളുകൾ സംഭരിച്ചു വെച്ച് കാണും. എന്നാലും പെട്ടെന്ന് ആളുകൾക്ക് ഉണ്ടാകുന്ന ആദ്യ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് പരമാവധി ഭക്ഷണ സാധനങ്ങൾ എല്ലാവരും എടുത്ത് സ്റ്റോക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി കാരണം ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോഴും ഭക്ഷണത്തിനെ സംബന്ധിച്ച് അത്ര വലിയ ഒരു പ്രശ്നമൊക്കെ ഇല്ല. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം പാല് പോലുള്ള സംഗതികളൊക്കെ, ഡയറിയൊക്കെ ഇവിടെ തന്നെ വലിയ ഡയറി ഫാമൊക്കെ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത്. ശരി, സേഫ് ആയിട്ടിരിക്കൂ രാജു. താങ്ക് യു.